തിരുവല്ലയിൽ ബൈക്കിന്റെ അമിതവേഗം ചോദ്യം ചെയ്തതിന് അമ്മയെയും മക്കളെയും മർദ്ദിച്ചുവെന്ന് പരാതി. കുറ്റൂർ സ്വദേശി ത്രേസ്യാമ്മ, മക്കളായ ജോൺ പി വർഗീസ്, റിനി പി വർഗീസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വീടിന് സമീപത്തുകൂടി ബൈക്ക് അമിതവേഗത്തിൽ പോയത് ചോദ്യം ചെയ്തതോടെ മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവല്ല പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, എന്താണ് സംഭവിച്ചത്? തിരുവല്ല കുറ്റൂരിലാണ് ദാരുണമായിട്ടുള്ള ഈ സംഭവം നടന്നത്. 65-കാരിയായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള മാതാവിനും 2 ആൺമക്കൾക്കുമാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റത്. അവിടെ കുറ്റൂർ സ്വദേശിനിയായിട്ടുള്ള ത്രേസ്യാമ്മ വർഗീസിനാണ് മർദ്ദനമേറ്റത്. ത്രേസ്യാമ്മ വർഗീസിന്റെ മൂത്ത മകൻ ജോൺ വീടിന് സമീപം റോഡരികിൽ നിൽക്കുമ്പോൾ അമിത വേഗതയിൽ ഒരു ഇരുചക്രവാഹനം വന്നു. ഈ അമിത വേഗതയിൽ എത്തിയത് ജോൺ ചോദ്യം ചെയ്തു. ഉടൻ തന്നെ ഈ ഇരുചക്രവാഹനത്തിൽ എത്തിയ ആളുകൾ അവിടെ വാഹനം നിർത്തിയ ശേഷം തിരികെ വന്ന് ഈ ജോണിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ബഹളം കേട്ടുകൊണ്ട് ത്രേസ്യാമ്മയും ആ പരിസരത്തേക്ക്, വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഈ സംഭവം നടന്ന റോഡരികിൽ, അവിടേക്ക് ഓടി വന്നു. ഇളയ സഹോദരനും അവിടേക്ക് വന്നു, റിനിയും വന്നു. ത്രേസ്യാമ്മയ്ക്കും റിനിക്കും ഒപ്പം തന്നെ ജോണിനും ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ ബൈക്കിൽ എത്തിയ ആളുകൾ നടത്തിയ. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ മറ്റൊരു ബൈക്ക് കൂടി അവിടെ എത്തുകയും അതിൽ നിന്നും ഇറങ്ങി വന്ന 2 പേർ കൂടി ചേർന്നാണ് മർദ്ദിച്ചത്. ഹെൽമറ്റ് കൊണ്ട് തലയിൽ അടിക്കുകയും ഒപ്പം തന്നെ കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു. ത്രേസ്യാമ്മയുടെ കൈ പിടിച്ച് തിരിച്ചാണ് കൈക്ക് പരിക്കേറ്റത്. അതേസമയം തന്നെ ജോണിനും സാരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ഹെൽമറ്റ് കൊണ്ട് തലയിൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് തടഞ്ഞപ്പോൾ കൈക്കും പൊട്ടലുണ്ട്. ഇവരേതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവല്ല പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ വീടിന് സമീപം ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്ന് ഈ ത്രേസ്യാമ്മയുടെ വീടിന് പരിസരത്തുള്ള 40ഓളം പേർ ചേർന്ന് പരാതി നൽകിയിരുന്നു. അവിടെ മദ്യക്കുപ്പികളും ഒക്കെ തന്നെ ഈ ശ്മശാന പരിസരത്ത് നിന്ന് സ്ഥിരം കണ്ടെടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആളുകൾക്ക് അതുവഴി കടന്നുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ത്രേസ്യാമ്മയൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ ശ്മശാനത്തിന് സമീപത്തേക്ക് മദ്യപിക്കാൻ എത്തിയ ചെറുപ്പക്കാരാണ് തങ്ങളെ ആക്രമിച്ചതെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി തിരുവല്ല പോലീസ് പോയിട്ടുണ്ട്. അതായത് പ്രവീൺ, ലഹരി സംഘത്തിന്റെ ആക്രമണം എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? അതെ വിനീത, ലഹരി സംഘത്തിന്റെ ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോൾ ത്രേസ്യാമ്മ പറയുന്നത്. പോലീസും ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ത്രേസ്യാമ്മയുടെ വീടിന് സമീപം തന്നെയാണ് ശ്മശാനമുള്ളത്. അവിടെ ആളുകൾ അധികം എത്താത്ത ഒരു സ്ഥലം കൂടിയാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ചെറുപ്പക്കാർ ബൈക്കുകളിലും കാറുകളിലും ഒക്കെ എത്തുകയും അവിടെ മദ്യപാനം ഒപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗമുണ്ട് എന്ന് നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെടുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസ് പെറ്റീഷൻ തന്നെ തിരുവല്ല പോലീസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഏതായാലും അന്വേഷണം നടത്തുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.